ഹലോ ഡിയേഴ്സ്, ഇന്ന് നമുക്ക് എങ്ങനെയുണ്ട് ക്ലേ കൊണ്ടാക്കിയത് സൂപ്പറല്ലേ? ഇന്ന് നമുക്ക് സ്ത്രീകളുടെ സ്ഖലനത്തെ പറ്റിയിട്ട് നിങ്ങൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഭയങ്കര ഇങ്ങനെ ബക്കറ്റിൽ വെള്ളം മറിച്ച പോലത്തെ ഒന്നും ആയിരിക്കില്ല. എന്നാലും കുറച്ച് എമൗണ്ട് വെള്ളം സ്ത്രീകൾക്ക് ലൈംഗികത വളരെ നല്ല രീതിയിൽ രതിമൂർച്ചയിലെത്തുന്ന സമയത്ത് അവർക്ക് സ്ഖലനം നടക്കാറുണ്ട്. അത് എല്ലാവരിലും സംഭവിച്ചെന്ന് വരത്തില്ല. എന്നാലും ഈ സ്ഖലനം നടക്കുന്നതുകൊണ്ടേ അവർക്ക് സുഖം കിട്ടുകയുള്ളൂ അങ്ങനെയുമില്ല കേട്ടോ. അവർക്ക് ഒന്നിൽ കൂടുതൽ രതിമൂർച്ചയൊക്കെ ഒരു പ്രാവശ്യം ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ആസ്വദിക്കാനും പറ്റും. ഈ സ്ഖലനം നടന്നില്ല എങ്കിലും നടന്നാലും അവർക്കത് രതിമൂർച്ച എത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അവർക്കത് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, പിന്നെ ഈ സ്ഖലനം നടക്കുന്നത് എപ്പോഴായിരിക്കും? പല സ്ത്രീകളും എന്നോട് സംസാരിച്ചപ്പോൾ അവർക്ക് സ്വയംഭോഗം ചെയ്യുമ്പോൾ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് അവർക്ക് അവിടെ പ്രഷർ കിട്ടുന്ന ഭാഗത്ത് നന്നായിട്ട് വിരലുകൾ ഉപയോഗിച്ച് സ്റ്റിമുലേറ്റ് ചെയ്തപ്പോൾ താഴെ പോയെന്നെ ആ വിരലുകൾ ഉപയോഗിച്ച് സ്റ്റിമുലേറ്റ് ചെയ്തപ്പോൾ എന്തായി, അവിടെ ഒരു ഭാഗം ഇങ്ങനെ വീർത്ത് വന്നെന്നും അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ഒരു ഘർഷണം പോലത്തെ ഇങ്ങനെ വര പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ അവിടെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് വെള്ളം പോലെ പുറത്തേക്ക് വന്നു എന്നാണ് പറഞ്ഞത്. പേഴ്സണലി ഞാനും ഫീൽ ചെയ്തിട്ടുണ്ട് ഒരു വട്ടം. ഓക്കെ, സ്വയംഭോഗം ചെയ്തപ്പോൾ എനിക്കും അത് ഫീൽ ചെയ്തിട്ടുണ്ട്, പറയാൻ മടിയൊന്നുമില്ല. നിങ്ങൾ എല്ലാവരും ചെയ്തിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. ഓക്കെ, അപ്പം നമുക്കിന്ന് എന്താണ് സ്ത്രീകളിൽ നടക്കുന്ന സ്ഖലനം, ഇനി അത് നിങ്ങൾക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളിക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട് എങ്ങനെ ചെയ്താലായിരിക്കും അവർക്ക് കിട്ടുക, ഇതിനെ പറ്റിയിട്ട് നമുക്കൊന്ന് സംസാരിക്കാം. അതിനു മുമ്പ് നിങ്ങളുടെ യോനി നല്ല മനോഹരമായിട്ട് വെക്കാൻ വേണ്ടിയിട്ടും ടൈറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും അതുമാത്രമല്ല അവിടുത്തെ pH ബാലൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ അവിടെ ഒരു തരത്തിലുള്ള ഇൻഫെക്ഷൻ ഉണ്ടാവാതിരിക്കാനുള്ള ഏറ്റവും നല്ല ഒരു മസാജ് ചെയ്യുന്നത്. ഇപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ലൈംഗികതയിലും ഏർപ്പെടാം കേട്ടോ. ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താം, യോനി ലൈഫ് എന്നാണ് കേട്ടോ. എവർട്ടിൻ്റെ പ്ലാന്റ് ബേസ്ഡ് ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള 100% നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. നേരത്തെ പറഞ്ഞ പോലെ ലൈംഗിക സമയത്ത് ഇത് നിങ്ങൾക്ക് ലൂബ്രിക്കേഷനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ ഒരു തരത്തിലുള്ള ഇൻഫെക്ഷൻ ഉണ്ടാക്കില്ല. പുറത്തുനിന്നുള്ള ഇത് മൂലവും നിങ്ങൾക്ക് ഇൻഫെക്ഷൻ ഒന്നും ഉണ്ടാക്കില്ല. കെമിക്കൽ ഫ്രീ ആണ്. ടൂണറും കൂടിയാണ്. ഡെയിലി മസാജ് ചെയ്യാൻ പറ്റുന്ന ഒരു ജെല്ലാണ്. യോനിയിലുണ്ടാകുന്ന ഡ്രൈനസ്, ഈച്ചിങ് ഇതൊക്കെ മാറ്റാൻ വേണ്ടി സഹായിക്കും. മാത്രമല്ല യോനീൻ്റെ ആ ഭാഗം ഇപ്പോൾ പ്രസവം കഴിഞ്ഞവർക്കൊക്കെ ആണെങ്കിൽ ടൈറ്റ് ആക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ മൂത്രം ഒഴിച്ചുകൊണ്ടേ ഇരിക്കുന്ന ആളുകൾ, ചിലരിങ്ങനെ മൂത്രം പിടിച്ചു വെക്കാൻ പറ്റില്ല, അവിടെ മസിൽസിനൊന്നും നല്ലൊരു ഉറപ്പില്ലാത്തതുകൊണ്ട് ഇങ്ങനെ മൂത്രം ഒഴിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ഇത് തേക്കുന്നതിലൂടെ മസിൽക്ക് സ്ട്രെങ്തൻ ആവാൻ വേണ്ടി, അതുകൊണ്ടാണ് യോനിയൊക്കെ ടൈറ്റ് ആവുന്നത് കേട്ടോ, ആവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ പീരീഡ്സ് ഒക്കെ നിന്നിട്ട് മെനപ്പോസ് ആകുന്ന സ്ത്രീകളിലൊക്കെ അവർ യോനിയൊക്കെ ഭയങ്കര ഡ്രൈ ആക്കി ഈസ്ട്രജൻ ഡ്രോപ്പ് ആയിരിക്കും അവർക്ക് അല്ലേ. അപ്പോൾ ഇത് തേച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് ബ്ലഡ് ഫ്ലോ ഒക്കെ കൂട്ടാനും നന്നായിട്ട് ലൂബ്രിക്കേഷനൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കും. സ്കിൻ കട്ടാവോ അല്ലെങ്കിൽ എന്തെങ്കിലും വൂണ്ടോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഹീൽ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ്. അത് നിങ്ങൾ ഇങ്ങനെ സ്ക്വട്ടിങ് പൊസിഷനിലിരിക്കുക, അല്ലെങ്കിൽ കാലകത്തി വെച്ചിട്ട് ഇരുന്നിട്ട് ഒരു 2 to 3 ഗ്രാമൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് മസാജ് ചെയ്യാവുന്ന കേട്ടോ. ഇച്ചിരി ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ പോയിരിക്കാം. ഡെയിലി 2 പ്രാവശ്യം നിങ്ങളിത് ഉപയോഗിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം, ഫസ്റ്റ് കമൻറ്റായിട്ടും പിൻ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ സ്ഖലനത്തെ പറ്റി സംസാരിക്കാം. ഇത് എല്ലാവരും വിശ്വസിക്കുന്നത് സ്കിനിൽ ഗ്ലാൻഡാണ് ഇതിൻ്റെ പുറകിൽ വർക്ക് ചെയ്യുന്നതെന്നാണ്. യൂറിത്രൽ സ്പോഞ്ചിൻ്റെയൊക്കെ നിയർ ആയിട്ടാണ് ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അതായത് യോനീൻ്റെ അവിടെയായിട്ട് കാണപ്പെടുന്നതല്ല, ഇപ്പം പറഞ്ഞ യൂറിത്രൽ സ്പോഞ്ചിൻ്റെയും അതുപോലെ തന്നെ യോനിയുടെ നടുവിലായിട്ട് ഒരു സാൻഡ്വിച്ച് പോലെ ആണ് ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നത് ഈ സ്കിന്നിൽ. അതിന് ചുറ്റും കുറേ ഇറക്ടൈൽ ടിഷ്യൂസ് ഒക്കെ ഉണ്ട്. അത് സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോഴാണ് അവിടെ കൂടുതലായിട്ട് അവർക്ക് പ്ലഷർ ഉണ്ടാകും. അങ്ങനെ സ്ഖലനം നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഫീൽസ് റിയലി ഗുഡ്. ഹെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ ഫിസിക്കലി മെൻ്റലി ഒക്കെ നല്ലൊരു സ്റ്റേബിളായിട്ടുള്ള നല്ല മൂഡൊക്കെ ഉള്ള ഒരാൾക്ക് മാത്രമേ, സ്റ്റേബിളായിട്ടുള്ള ഒരു മൂഡുള്ളവർക്ക് മാത്രമേ ഇങ്ങനെ ഒരു സ്ഖലനം നടത്താൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ അവരെ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. റൈറ്റ് മൈൻഡ് സെറ്റും റിലാക്സ് മൂഡും അത്യാവശ്യമാണ്. പിന്നെ അത് ഒത്തിരി ഫോർ പ്ലേ ഒക്കെ കഴിഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ അവരുടെ ബോഡീനെ മനസ്സിനെയൊക്കെ ലൈംഗികതയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരുക്കിയെടുത്തതിന് ശേഷമായിരിക്കണം ഇങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. കാരണം ജി സ്പോട്ട് എന്ന് പറഞ്ഞൊരു, അങ്ങനെ ഒരു സ്പോട്ട് ഉണ്ടോ ഇല്ലയോ തന്നെ പഠനം നടക്കുന്നു, എന്നാൽ അങ്ങനെ ഒരു സാങ്കല്പിക സ്പോട്ട് ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഭാഗത്ത് നമുക്കറിയാമല്ലോ, ഇപ്പോൾ യോനിൻ്റെ
വിരലിട്ടിട്ട് അത് ബെൻഡ് ചെയ്ത് പിടിക്കുന്ന ഏത് ഭാഗത്താണോ അവിടെയാണല്ലോ ജി സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വിരലിടുന്നവരുണ്ടാവും, 2 വിരലിടുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെ അത് സ്റ്റിമുലേറ്റ് ചെയ്യുക. അപ്പോൾ ആ ഭാഗം ഇങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ എന്താ സംഭവിക്കുകയാണ്, അവിടെ റബ്ബ് ചെയ്യുന്ന പോലെ ഒരു ഫീൽ വരും. ഇങ്ങനെ വര പോലെ ഒരു റബ്ബ് ചെയ്യുന്ന പോലത്തെ ഒരു എഫക്റ്റ് വരും. അതിങ്ങനെ വികസിച്ച് കുറച്ചുകൂടി വികസിച്ച് ഇങ്ങനെ വരും. അതായത് അതിൽ സ്കിന്നിൽ ഗ്ലാൻഡ് ഫ്ലൂയിഡ് ഫില്ലാകുന്നതാണ് കേട്ടോ. സ്കിന്നിൽ ഗ്ലാൻഡ് ഇങ്ങനെ സ്വെല്ലാകുന്നത് ഫ്ലൂയിഡ് ഫില്ലായിട്ട് വീണ്ടും അവിടെ ഇങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അത് അത് ലിംഗം ഉപയോഗിച്ചും ചെയ്യാം, വിരലുപയോഗിച്ചും ചെയ്യാം. ഇപ്പം ലിംഗം ഉപയോഗിച്ചൊക്കെ ചെയ്യുന്ന കുറച്ച് പൊസിഷൻ ഉണ്ട് അങ്ങനെ ചെയ്യുന്നത്. അതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ അതുപോലെ അവിടെ കൂടുതൽ റബ്ബ് ചെയ്യുമ്പോൾ എന്താവും, അങ്ങനെ റബ്ബ് ചെയ്യുമ്പോൾ ഒരു റബ്ബി ഫീൽ വരുന്നുണ്ട്. അപ്പോഴേക്കും അതൊന്ന് ബാക്കിലോട്ടാവുന്ന പോലെയോ എന്തോ പെട്ടെന്ന് അവിടെ നിന്ന് കുറച്ച് ഫ്ലൂയിഡ് പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. അത് അവർ രതിമൂർച്ചേൻ്റെ ഏറ്റവും അവസാനത്തെ പോലെ ഭയങ്കര റിലാക്സ്ഡ് ആയിരിക്കും. അത് ഒരു വെള്ളം പോലെയോ കുറച്ച് ക്ലിയർ വാട്ടർ പോലെ അല്ലെങ്കിൽ ഇച്ചിരി വൈറ്റ് ആയിട്ടുള്ളതോ കുറച്ച് കൂടുതൽ എമൗണ്ട് ഉണ്ടാവും. ചിലർ വിചാരിക്കും അത് മൂത്രമാണ്, പക്ഷെ മൂത്രമല്ല. പക്ഷെ മൂത്രത്തിലുള്ള ചില കണ്ടൻറ്റുകളൊക്കെ അതിലുണ്ട് താനും. ഓക്കെ, റൈറ്റ് ആയിട്ടുള്ള സൈക്കോ ഇമോഷണൽ സ്റ്റേജസ് ഉള്ള ഒരാൾക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ അനുഭവിക്കാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ ഇപ്പോൾ പങ്കാളിക്കാണെങ്കിൽ, ഇപ്പോൾ സ്ത്രീകൾക്കാണെങ്കിൽ അവരിഷ്ടപ്പെട്ട ഒരാളായിരിക്കണം കൂടെ ഉണ്ടാവുക. അവരെ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ അവരെ നന്നായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യാൻ അറിയുന്ന ഒരാളായിരിക്കണം കൂടെ ഉണ്ടാവണം. സ്ട്രെസ് ഉണ്ടാകാൻ പാടില്ല, ഡിപ്രഷൻ ഉണ്ടാകാൻ പാടില്ല. പണ്ട് കാലത്ത് എന്തെങ്കിലുമൊക്കെ ബാഡ് മെമ്മറീസ് ഒക്കെ ഉള്ള സ്ട്രെസ് ഉള്ളവർക്ക് അതും പറ്റത്തില്ല. ഇപ്പോൾ പ്രഗ്നൻ്റ് ആവുമോ എന്ന് പേടിയുള്ളവർക്കും ഇത് വന്നിരിക്കില്ല. പിന്നെ ഇപ്പോൾ ലൈംഗിക രോഗങ്ങളൊക്കെ പേടിച്ച് വരുമോ എന്നൊക്കെ വിചാരിച്ച് ചെയ്യുന്ന അങ്ങനെയൊക്കെ പേടിയൊക്കെ ഉള്ളവർക്കൊന്നും ഇങ്ങനെ ആവാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് എനിക്ക് വന്നില്ലല്ലോ, നിങ്ങൾ ചെയ്യുന്ന തെറ്റാണല്ലോ എന്നൊക്കെ ഉള്ള രീതിയിൽ ഭർത്താവിനോട് പോയി പറയേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ മെൻ്റലി നിങ്ങൾ ഭയങ്കര പ്രിപ്പയറായി, നിങ്ങളുടെ ഭർത്താവിനോട് ഭയങ്കര അട്രാക്റ്റീവ്, വളരെ നല്ലൊരു ലൈംഗിക ഒരു പീക്ക് അവസ്ഥയിലാണ് ഇതൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുക. പിന്നെ എല്ലാവർക്കും ഇത് സംഭവിച്ചൊന്നും വരത്തില്ല, പക്ഷെ എല്ലാവരിലും സംഭവിക്കാവുന്നതാണ്. നിങ്ങൾക്ക് രതിമൂർച്ച നന്നായിട്ട് ആസ്വദിക്കണമെങ്കിൽ സ്കലനം വേണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഓക്കെ, പിന്നെ ഇത് സംഭവിച്ച് കഴിയുമ്പോൾ അവിടെ ക്ലിയർ കഴുകി വൃത്തിയാക്കിയ പോലെ ആയിരിക്കും യോനി ഉണ്ടാവുക. പിന്നെ അങ്ങോട്ടേക്ക് എന്താണ്, ഒരു ലിംഗം കയറ്റാനോ വിരൽ കയറ്റാനോ ഒരു എന്താ പറയുക ഒരു വേദനയോ അല്ലെങ്കിൽ അവർക്കൊരു സുഖം ഉണ്ടാവില്ല. ലൂബ്രിക്കേഷൻ മോയ്സ്ചറൈസിങ് ആയിരിക്കില്ലല്ലോ അവിടെ, സ്മൂത്തായിട്ട് കയറില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് എ ന്യൂ ടോപ്പിക്. ബൈ.